മാജിക് അവനിലേക്ക് സ്വാഗതം. വിഭവങ്ങളുടെ കാര്യം പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ വിഭവം അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സ്ഥലങ്ങളിലെയും വിഭവങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ പറയും നമ്മുടെ നാടൻ വിഭവം, പിന്നെന്താ കേരളത്തിൻ്റെ തനതായ വിഭവം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലെ ആകാം, അല്ലെങ്കിൽ അന്യ രാജ്യത്തെ ആകാം. എന്തായാലും മലയാളി അത്തരം വിഭവങ്ങൾ മനസ്സിലേറ്റി കഴിഞ്ഞാൽ അത് ഏത് രാജ്യം അല്ലെങ്കിൽ ഏത് സംസ്ഥാനം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം വിഭവമായി മാറും. അത്തരം ധാരാളം വിഭവങ്ങളുണ്ട്. ഇപ്പോൾ ചൈനീസ് ആണെങ്കിലും പലതരം കോണ്ടിനെൻ്റൽ വിഭവങ്ങളാണെങ്കിലും ഇപ്പോൾ ഒക്കെ കുറച്ച് തായ് വിഭവങ്ങളും ഒക്കെ നമ്മളുടെ തീന്മേശപ്പുറത്തെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുഡിങ്സിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഒരുപാട് വിദേശിയായിട്ടുള്ള വിഭവങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് പേസ്ട്രി ഐറ്റംസിൻ്റെ കാര്യത്തിൽ. എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് ഗ്ലോബൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി എന്ന് പറയുന്നത് ഇപ്പോൾ അത്രയ്ക്ക് ഒരു വലിയൊരു സംഭവമാണ്. സത്യത്തിൽ പഴയ ഒരു രീതിയിൽ നിന്ന് മാറി നമുക്ക് ഒരുപാട് എക്സ്പോഷറുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ത്വരയുണ്ട്, അതോടൊപ്പം തന്നെ അവസരങ്ങളുമുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഓരോ സ്ഥലത്തും പോയി സഞ്ചരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും ഇൻ്റർനെറ്റ് എന്നുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽ തുമ്പിലാണ്. എന്തായാലും വീട്ടമ്മമാരെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വരുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കേരളവും വിട്ട് നമ്മുടെ ഇന്ത്യയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഭവത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. ഇത് ഒരു മത്സ്യം കൊണ്ടുള്ള വിഭവമാണ്. ഒരു വിദേശി എന്ന് പറയാൻ വേണമെങ്കിൽ, കാര്യം എന്താ വെച്ചാൽ ഇത് ശ്രീലങ്കൻ സ്പെഷ്യാലിറ്റിയാണ്. അതേസമയം അത് നമ്മുടെ തീന്മേശപ്പുറത്ത് പറ്റിയൊരു വിഭവമാണ്. നമ്മുടെ ഒരു നാടൻ മീൻ കറി പോലെ തന്നെയാണ് ഈ വിഭവം ഇരിക്കുന്നത്. ഇതൊരു മീൻ പുളിയാണ്. നമ്മുടെ ഏത് തരം മീനിലും ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പം, പക്ഷേ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചിയാണ് ഈ മീൻ പുളിക്കുള്ളത്. അപ്പോൾ ശരിക്കും ഇതൊരു ഒത്തൻറ്റിക് ശ്രീലങ്കൻ വിഭവമാണ്. അവരുടെ തനതായ ഒരു വിഭവമാണ് ശ്രീലങ്കക്കാരുടെ. എന്തായാലും നമുക്കത് നമ്മുടേതായിട്ട് സ്വന്തമാക്കാം, നമ്മുടെ മലയാളിക്ക് പ്രിയപ്പെട്ട വിഭവമായി മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ പുളിയാണ് ആദ്യത്തെ വിഭവം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയല മത്സ്യം 3 വലുത് കഷ്ണങ്ങളായി മുറിച്ചത്, വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം 2ആയി പിളർന്നത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി മസാല പേസ്റ്റിന് വേണ്ട ചേരുവകൾ: കൊടംപുളി 6 വലിയ കഷ്ണങ്ങൾ വെള്ളത്തിൽ കുതിർത്തത്, കുരുമുളക് 4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 5ഓ 6ഓ വലിയ കഷ്ണങ്ങൾ. മീൻ പുളി തയ്യാറാക്കാം. ഇത് ശ്രീലങ്കക്കാരുടെ മാലു അമ്പൂൾ എന്ന് പറയുന്ന വിഭവമാണ്. മാലു അമ്പൂൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ അവരുടെ ഒരു തനതായ വിഭവമാണ്. അപ്പോൾ നമ്മളത് നമ്മുടേതായ രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏത് തരം മീനിലും ആകാം. ഞാനിപ്പോൾ എന്തായാലും അയലയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അയല കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് അയല വലിയ ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ ഒരു 3 വലിയ അയല, അല്ലെങ്കിൽ ഇടത്തരം സൈസാണെങ്കിൽ 4 അയലയാണെങ്കിലും കുഴപ്പമില്ല. പ്രധാനപ്പെട്ടൊരു കാര്യം, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കുന്നു, നല്ല മഷി പോലെ അരയ്ക്കണം. അതിൻ്റെ കാര്യം നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കാര്യമാണ്. സാധാരണ നമ്മൾ കുടംപുളിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടാണ് മീൻ കറിയിലൊക്കെ ഇടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. കുടംപുളിയെ നമ്മൾ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മസാലയ്ക്ക്. അപ്പോൾ ഒരു വലിയ കഷ്ണം കുടംപുളി ഒരു 6 എണ്ണം വെള്ളത്തിൽ നന്നായിട്ട് കുതിർക്കുക. അതിൻ്റെ കൂടെ ഒരു കുരുമുളക്, മുഴുവൻ കുരുമുളക് ഒരു 4 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതിൽ നല്ലതായിട്ട് ശരിക്കും എരിവും പുളിയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു 5 മുതൽ 6 വലിയ അല്ലി വെളുത്തുള്ളി. ഇതിനോടൊപ്പം ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കറിയുടെ കളറ്, ഈ മീൻ പുളി നല്ല കറുത്ത കളറായിരിക്കും, ഡാർക്ക് ബ്രൗൺ, ഏതാണ്ട് ഈ പുളിയുടെ നിറം തന്നെ ആയിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, വേറെ മുളക് പൊടി അങ്ങനെ ഒന്നുമില്ല. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും അതിനോടൊപ്പം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ മീൻ പുളിക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ അരച്ച് നല്ല മഷി പോലെ ആക്കി എടുത്തിട്ടുണ്ട്, പേസ്റ്റ് രൂപത്തിൽ. കണ്ടല്ലോ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു. പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടും. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എളുപ്പമാണ്. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത്, നമ്മളൊരു നല്ല പരന്ന ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും സൗകര്യമാണ്. എന്തായാലും എനിക്ക് ഈ പരന്ന ചട്ടി ഉള്ളതുകൊണ്ട് ഞാനിത് നല്ല രീതിയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതുപോലൊരു ചട്ടി സ്വന്തമാക്കുക. അപ്പോൾ ചട്ടിയിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഒരു 4ഓ 5ഓ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ ഒഴിക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നൊരു കറിയായിട്ട് മാറണം ഇത്. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ.
പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. പക്ഷേ അടുപ്പിൽ കിടന്നത് വെന്ത, പിന്നെ അത് കഴിഞ്ഞ് ചെറിയ തീ കിടന്നൊന്ന് കുറുകി വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സ്വാദ്. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കും. ഒരു ടേബിൾ സ്പൂൺ വരെ ആകാം നിറച്ച്. അതിനോടൊപ്പം പച്ചമുളക് 3 എണ്ണം രണ്ടായി പിളർന്നത്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇവിടെ റെഡിയാണ്, അതും അതിലേക്ക് ഇടാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് തേങ്ങാപ്പാൽ, തേങ്ങയുടെ എണ്ണ, അതായത് വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്നതാണ്. നമ്മുടെയൊക്കെ ടേസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങളും എല്ലാം, ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിലുമൊക്കെ. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ സവാളയായിരുന്നു, ഒരു സവാള, അത് ചെറുതായി അരിഞ്ഞത്, അതും കൂടി ചേർക്കാം. അപ്പോൾ സവാളയുടെ നിറം ഒന്ന് മാറി ചെറുതായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന ഒരു ഭാഗം, അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ നിറം ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങി, ഒരു ഇളം ബ്രൗൺ കളറാവാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, നല്ല കുറുകിയ പേസ്റ്റാണ്. ഇതെന്താണെന്നറിയാലോ, ഇതൊരു 6 വലിയ കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്ത്, അതിനോടൊപ്പം ഒരു 6 അല്ലി വെളുത്തുള്ളിയും, വലിയ അല്ലി, പിന്നെന്താ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്തേ കുരുമുളക് 4 മുഴുവൻ കുരുമുളക് 4 വലിയ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് അരച്ച് കുഴമ്പ് പാകത്തിനാക്കിയതാണ്. ഇനി ഈ മസാല, അതായത് ഈ എണ്ണയിലും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ കാര്യങ്ങളാണല്ലോ മൂത്തുകൊണ്ടിരുന്നത്, അതിനകത്ത് കിടന്ന് ഒരല്പസമയം ഇങ്ങനെ വഴറ്റണം. ഒന്ന് എണ്ണ തെളിഞ്ഞ് തുടങ്ങട്ടെ, കുറച്ചൊന്ന് വഴറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ അരപ്പിങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ വഴറ്റിയിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റണം. അപ്പോൾ തന്നെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങുമല്ലോ, വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വെറ്റി. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മൾ ഏതൊരു കറിക്കാണെങ്കിൽ നമ്മൾ കുടംപുളി മുഴുവനോടെ കുതിർത്താണ് ഇടുന്നത്, നമ്മൾ അരച്ച് ചേർക്കാറില്ല. അപ്പോൾ ഇതൊരു വളരെ വ്യത്യസ്തമായൊരു റെസിപ്പിയാണ്. അപ്പോൾ ഏതാണ്ട് മസാല പാകത്തിനൊന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5-6 മിനിറ്റ് സമയം തന്നെ ധാരാളം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറാണ് ഇപ്പോൾ തരും. പക്ഷേ ഇനി നമുക്ക് കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ ലൂസാക്കാം. കാര്യം മീൻ വേഗണ്ടേ, ഇതിൽ കിടന്ന് വെന്ത അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം മീനിൽ പിടിക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു 2.5 കപ്പ് വരെ വെള്ളം, 2.5-3 കപ്പ് വരെ ആകാം നോക്കിയിട്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അരപ്പൊന്ന് നന്നായി തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടും. അപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ, അപ്പോൾ ഞാൻ തലയും കൂടി ചേർത്താണ് ഇടുന്നത്, തലയും ഞാൻ കളയുന്നില്ല. മീനിൻ്റെ പീസസും 3 വലിയ അയല, ഡാർക്ക് കളറാണ്, ഏതാണ്ട് തീയല പോലെ. ഇതിന് വെന്ത് വറ്റിയൊക്കെ വരുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആവും, കറുപ്പ് പോലെ തോന്നും. ചട്ടിയും കറിയും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും. എന്തായാലും ഇപ്പം നല്ല തീയിൽ കിടക്കാണ്, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഇളക്കലും കാര്യങ്ങളൊന്നുമില്ല, അത് കിടന്ന് വേഗട്ടെ. ഇനി പാത്രം ഒന്ന് അടച്ചിടാം, എന്നിട്ട് തീ ഒരല്പം കുറയ്ക്കാം. അപ്പോൾ ഇപ്പം അടച്ചിടുക, ഒരു 2 തിളയും കൂടി വരട്ടെ. അത് കഴിഞ്ഞിട്ട് തീ ഒരല്പം കുറച്ചിട്ട് കുറച്ച് നേരം കൂടി പാത്രം അടച്ചിടുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിനെക്കാട്ടിലും കുറച്ചുകൂടെ താഴെ കൊണ്ടുവന്നിട്ട് പാത്രം അടപ്പ് തുറന്ന് വറ്റാനായിട്ട് ഇങ്ങനെ കുറേശ്ശെ സമയം കൊടുക്കുക. അപ്പോൾ എന്തായാലും ആ പ്രോസസ്സ് എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ ശ്രീലങ്കൻ മീൻ പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ എന്താ പറയുക, എണ്ണയൊക്കെ തെളിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റി കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചാറ് കുറേ വറ്റിയിട്ടുണ്ട്, പക്ഷേ ഇനി ഒരു വറ്റലുണ്ട്. അത് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ചട്ടിയില്ലെങ്കിൽ ഇരുന്ന് ചട്ടി കുറേ ഇങ്ങനെ ചാറ് വലിച്ച് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, കാര്യം എന്താ, ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഇതങ്ങ് അടച്ചൊരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ
സ്വന്തമായിട്ടിരുന്ന് അങ്ങോട്ട് കുറേ കൂടി വറ്റിയ റെഡി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കണ്ട, 2 ദിവസമോ 3 ദിവസമോ വെച്ച് ഉപയോഗിക്കാം. ചട്ടിയിൽ നമ്മൾ മീൻ മുളകിട്ടതുപോലെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ സ്വാദ് കൂടുകയേ ഉള്ളൂ. ചൂടോടുകൂടി കഴിക്കുന്നതിനെക്കാട്ടിലും തണുത്ത സെറ്റായി കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നും കഴിക്കാം, നാളെയും കഴിക്കാം, ബാക്കിയുണ്ടെങ്കിൽ മറ്റന്നാൾ കഴിക്കാം. എന്തായാലും ഇത് തയ്യാറാക്കാൻ പറ്റിയ കാര്യമാണ്. നല്ല എരിവും പുളിയൊക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക സ്വാദാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു വ്യത്യസ്ത വിഭവമാണ്, എന്നാൽ ഒരു നാടൻ വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലും നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പലതരം പായസമുണ്ട്. അരവണയുണ്ട്, അല്ലാണ്ട് കട്ട പായസമുണ്ട്, നമ്മൾ പൊങ്കാലയ്ക്ക് ഇടുന്ന പായസമുണ്ട്, അങ്ങനെ പല വെറൈറ്റി ഓഫ് പായസമുണ്ട്. ഇതിങ്ങനെ പറഞ്ഞാൽ പൊങ്കലിൻ്റെ സമയത്ത് തമിഴ്നാട്ടിലെ ആൾക്കാർ ഉണ്ടാക്കുന്ന പായസമാണ്. നമ്മുടെ പൊങ്കൽ പോലെ തന്നെ അവർക്ക് പൊങ്കൽ ഫെസ്റ്റിവലാണ് പൊങ്കൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കര പൊങ്കലാണ്. ചക്കര പൊങ്കൽ എന്ന് പറഞ്ഞാൽ മധുരമുള്ള പൊങ്കൽ. അപ്പോൾ ഈ മധുരം എന്ന് പറയുമ്പോൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പായസം പോലുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും നമ്മൾ പൊങ്കാല ഇടുമ്പോൾ പായസം ഉണ്ടാക്കും. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ പല ഫെസ്റ്റിവൽ ഒക്കേഷൻ, എന്താ പറയുക, വിഷു, ഓണം, അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ പ്രധാനമാണ് പായസം. അപ്പോൾ അത് അരവണയായിട്ടാകാം, അല്ലെങ്കിൽ അത് അടപ്രഥമൻ പോലെയുള്ള കാര്യങ്ങളാകാം, പാൽപ്പായസമാകാം. എന്തായാലും ഓരോ സ്ഥലത്തും അതിൻ്റേതായ പ്രത്യേകത. അപ്പോൾ ഈ ചക്കര പൊങ്കലും കുറച്ച് വ്യത്യാസമാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരല്പം വ്യത്യാസം. രുചിയുടെ കാര്യത്തിൽ നല്ല കേമമാണ്. എന്തായാലും നമ്മുടെ ചക്കര പൊങ്കൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1 കപ്പ്, ചെറുപരിപ്പ് വറുത്തത് 1/4 കപ്പ്, ശർക്കര 3 ഉണ്ട ശർക്കര ഏകദേശം 1/2 കിലോ, പശുവിൻ പാൽ 1/2 ലിറ്റർ, വെള്ളം 2 കപ്പ്. ഇനി മറ്റു ചേരുവകൾ: നെയ്യ് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ഏലക്ക ഒരു 15 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, ചെറുതായി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തത്. അപ്പം നമ്മൾക്കിനി ചക്കര പൊങ്കൽ തയ്യാറാക്കാം. ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് പച്ചരിയും പിന്നെന്താ ചെറുപരിപ്പ്, ഇത് രണ്ടും കൂടിയാണ്. അപ്പോൾ പ്രൊപ്പോർഷൻ ഇത്രയേ ഉള്ളൂ. 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1/4 കപ്പ് ചെറുപരിപ്പ് ഒന്ന് ചെറുതായിട്ട് വറുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ വറുത്ത ചെറുപരിപ്പ് നിറം മാറാതെ വറുക്കണം, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. അത് പെട്ടെന്ന് വേകാനും കൂടി എളുപ്പമാവും. പിന്നെ ശർക്കര ഒരു നൂൽ പാവൊന്നും ആകണ്ട, ശർക്കര പാനിയായിട്ട്, പക്ഷെ നല്ല കൊഴുപ്പുള്ളൊരു പാനി. അത് ഉരുകി ഉടനെ എടുക്കരുത്. ഉരുകി കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കൂടി ഒന്ന് തിളപ്പിച്ചൊന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ, അത്രേ ഉള്ളൂ. പിന്നെ വേണ്ടത് ബാക്കി അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, പിന്നെന്താ അതിൻ്റെ ഫ്ലേവർ മണത്തിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി മാത്രവും ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഒരു 1/2 ടീസ്പൂൺ ജീരകവും, നല്ല ജീരകം, പിന്നെ 10-15 ഏലക്ക, വേണമെങ്കിൽ ഒരു 2 ഗ്രാമ്പൂ. ഇത് ഇത്രയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നല്ല മണമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ചക്കര പൊങ്കൽ. ഇത് നമ്മളൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് അരിയും നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പച്ചരി, ഇത് 1 കപ്പ്. അപ്പോൾ നല്ല ഇനം പച്ചരി എടുക്കുക, പെട്ടെന്ന് തന്നെ വേഗം. വെള്ളപ്പച്ചരി, ചമ്പാ പച്ചരിയല്ല, വൈറ്റ്, വെള്ള തന്നെ ആയിക്കോട്ടെ. അതിനോടൊപ്പം കുതിർത്ത ചെറുപരിപ്പ്, ഇത് വറുത്തിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്. 1/4 കപ്പ്. നമ്മളിപ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വറുത്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അതുപോലെ, പക്ഷേ കളർ മാറാത്ത രീതിയിൽ വറുത്തെടുക്കുക. ഇതിലേക്ക് ശർക്കര പാനി, ഇത് 3 ഇടത്തരം ഉണ്ട ശർക്കര. പറ്റുമെങ്കിൽ വെള്ള ശർക്കരയാണെങ്കിൽ നല്ലത്. വെല്ലമൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ അച്ച് ശർക്കര ഉണ്ടല്ലോ, അത് തമിഴ്നാട് സൈഡിലൊക്കെ ധാരാളമായിട്ട് കിട്ടും. അച്ച് ശർക്കര നല്ല വൈറ്റ് കളറായിരിക്കും, ലൈറ്റ് യെല്ലോ കളറാണ്, ഒരു അച്ചിൻ്റെ ഷേപ്പിലായിരിക്കും. അങ്ങനത്തെ ആണെങ്കിൽ കൂടുതൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കിലോ എന്ന് പറയാം. 1/2 കിലോ മുഴുവനായിട്ടും വേണ്ട, ഒരല്പം കുറയും, ഒരു 400 ഗ്രാംസ് വരെ ആകാം. പിന്നെന്താ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പശുവിൻ പാൽ, തേങ്ങാപ്പാലല്ല, പശുവിൻ പാൽ, അതോടൊപ്പം കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. വെള്ളം ഏകദേശം ഒരു 1.5 മുതൽ 2 കപ്പ് വരെ ആകാം. ഇനി നമ്മൾ കുക്കർ ഒന്ന് അടയ്ക്കും. കുക്കർ അടച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കാം.
അപ്പോൾ ആദ്യത്തെ വിസിൽ നല്ല ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ തീ ഒരല്പം കുറച്ചിട്ട് ഒരു ഇടത്തരം ഫ്ലെയിമിൽ നമുക്കൊരു 2, 3, 4 വിസിൽ വരെ ആകാം. 4 വിസിൽ വരെ. അപ്പോൾ നല്ലതായിട്ട് വെന്തൊരു പേസ്റ്റ് പോലെ ആകും. പായസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പായസ പാകമായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ചക്കര പൊങ്കൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഇതൊന്ന് റെഡി ആകട്ടെ. ഫസ്റ്റ് വിസിൽ കഴിയുമ്പോൾ ഞാൻ തീ കുറച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ കടന്നിട്ട് ഒരു 3 വിസിൽ കൂടി. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതൊരു വെയിറ്റ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 4-5 വിസിൽ കഴിഞ്ഞു. ഏകദേശം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം. ചെറിയ തീയിലാക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വരെ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 ആദ്യത്തെ ഒരു വിസിൽ. അത് കഴിഞ്ഞ് തീ അല്പം കുറച്ചിട്ട് ഒരു 3-4-5 വിസിൽ കഴിയുമ്പോൾ റെഡി. അല്പസമയം തണുക്കാൻ വെച്ചു. അത് ഞാൻ തുറന്ന് നോക്കി. അപ്പം നന്നായിട്ട് വെന്തൊരു പേസ്റ്റ് മാതിരി ആയിട്ടുണ്ട്. കുറച്ച് നല്ല കുഴഞ്ഞ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി എന്താ, ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഇത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇനിയാണ് അതിൻ്റെ ഒരു താളിക്കൽ പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്. ആദ്യം കുറച്ച് നെയ്യ്. അപ്പോൾ 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം നെയ്യൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി എത്ര ഉണ്ട് അതനുസരിച്ചിട്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ സ്വാദെപ്പോഴും നെയ്യ് കൂടുതൽ ചേർക്കുന്നതിന് തന്നെയാണ്. അപ്പം നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇത് 50 ഗ്രാം വെച്ച് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ല. അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ 25 ഗ്രാംസ് 25 വെച്ച് ചേർക്കുക. അണ്ടിപ്പരിപ്പ് ആദ്യം. അണ്ടിപ്പരിപ്പ് ഏതാണ്ട് ഒരു പകുതി ഭാഗം, ഏതാണ്ട് ഒരു ഹാഫ് വേ, അതായത് മൂക്കുന്നതിന് ഒരു അരപ്പാകം ആകുമ്പോൾ നമ്മൾ കിസ്മിസും കൂടി ചേർക്കാം. കിസ്മിസ് പെട്ടെന്ന് തന്നെ മൂക്കും. അപ്പോൾ ആ രണ്ടും കൂടി ചേർന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമ്മളിതിലേക്ക് കിസ്മിസും കൂടി ചേർക്കാം. കിസ്മിസ് മൂക്കുന്ന കാണാനാണ് ഏറ്റവും ഭംഗി. നല്ല ബബിള് പോലെ ആയി വരും. അങ്ങനെ വിടർന്ന് നല്ല ബൾബ് മാതിരി ആവും. എന്നിട്ടാണ് അത് മൂക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ്. അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇടേണ്ടത് നമ്മുടെ നല്ല മണം കിട്ടുന്ന അല്ലെങ്കിൽ ഫ്ലേവർ കിട്ടുന്ന കാര്യമാണ്. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകവും 2 ഗ്രാമും കൂടി ചേർന്നിട്ട് ഏലക്കയുടെ കൂടെ ചേർത്ത് പൊടിക്കണം. ജീരകം ഒന്ന് ചെറുതായി ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. മൂക്കാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല മണം വരും. ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ, നെയ്യിലിങ്ങനെ മൂക്കുന്നൊരു മണം, അതൊരു പ്രത്യേക മണമാണ്. ഇനി ബാക്കിയിരിക്കുന്ന മസാല പൊടിയും കൂടി ഇതിനകത്തിടാം. ഏലക്ക ഒരു 15 ഏലക്ക എടുത്തു. ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകവും 2 ഗ്രാമും കൂടി ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചിട്ട് പൊടിച്ചെടുത്താണ്. ഇതെല്ലാം മൂത്ത് തുടങ്ങി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കര പൊങ്കൽ അങ്ങനെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കാം. ഇത് പാലിലല്ലേ കിടന്ന് വെന്തത്. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക സ്വാദുണ്ടാവും. പാലും ശർക്കരയും ഒക്കെ ചേർന്നിട്ടല്ലേ വെന്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നെയ്യെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വഴണ്ട റെഡിയായി കഴിയും. ഇനി ഇത് വേറൊന്നും ചെയ്യാനില്ല, വിളമ്പുന്ന പാത്രത്തിലേക്ക്. ഇപ്പം ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഉറയ്ക്കും. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുകയല്ലേ ഇപ്പോൾ. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മോൾഡിനകത്ത് ഏതെങ്കിലും ഒരു ബൗളിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് കമിഴ്ത്തിയാൽ അതൊന്ന് ഉറച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. കണ്ടല്ലോ, അങ്ങനെ കുഴഞ്ഞ ഒരു പൊങ്കൽ, ചക്കര പൊങ്കൽ. അങ്ങനെ നമ്മുടെ ചക്കര പൊങ്കൽ റെഡി. അങ്ങനെ നമ്മുടെ ചക്കര പൊങ്കൽ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അല്പസമയം വെച്ചിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ കമിഴ്ത്തും. അപ്പോൾ ആ ഷേപ്പിലിങ്ങനെ കിട്ടും. എന്തായാലും ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു മധുര പൊങ്കലാണിത്.
ഇതാണ് നമ്മുടെ ചക്കര പൊങ്കൽ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പായസം പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത്രേ ഉള്ളൂ. ഇത് പാലിലാണ് വെന്തത്, പാലും ശർക്കരയും ഒന്നിച്ച് കിടന്ന് വെന്തു. പിന്നെന്താ നെയ്യിൽ അവസാനത്തെ ഒരു താളിക്കൽ പോലെ ചെയ്തു. ചെറുപരിപ്പും അരിയും കൂടിയാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റം. പക്ഷേ ഒരുപാട് മധുരവുമില്ല. നമ്മൾ സാധാരണ ഒരു പായസത്തിന് എടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത്രയും അളവ് ശർക്കര നമ്മൾ ചേർക്കുന്നില്ല, കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പായസം പലർക്കും ഇഷ്ടമല്ല. കാര്യം അത് ചെകിടിക്കും, ഭയങ്കരമായിട്ട് മധുരം വന്നു കഴിഞ്ഞാൽ ഓവറായി പോലെ. പായസം എന്ന് പറയുമ്പോൾ തന്നെ മധുരം ആണ്, പക്ഷേ ഇത് പായസം പോലെയാണ്, പായസമാണ് എങ്കിലും മധുരം കുറച്ച് നിയന്ത്രിച്ച് അല്ലെങ്കിൽ നിയന്ത്രിതമായ ഒരു അളവിലാണ്. അതുകൊണ്ട് തന്നെ എത്ര മധുരം ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. എന്തായാലും പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും പരീക്ഷിക്കാം, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 2ഉം വ്യത്യസ്ത വിഭവങ്ങളാണ്. ആദ്യം കാണിച്ചത് നമ്മളുടെ മീൻ പുളി, ശ്രീലങ്കൻ സ്റ്റൈൽ മീൻ പുളിയാണ്. വെറൈറ്റി വിഭവമാണ്, ഒരു വ്യത്യസ്തതയുള്ളൊരു വിഭവം തന്നെയാണ്, പരീക്ഷിക്കുക. രണ്ടാമത് കാണിച്ചതാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പായസം പോലെ തന്നെയാണ്, എങ്കിലും ഒരു ചക്കര പൊങ്കൽ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.